ഹായ്, സ്റ്റെപ്പ് ഫോറിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്റ്റെപ്പ് ഫോറിയുടെ 1ഉം 2ഉം ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൂഫുകളായിരുന്നു. തേർഡ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പ്രിൻസിപ്പിളാണ്. ഇൻഡക്ഷൻ മോട്ടോർ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓപ്പറേഷൻ ഇൻഡക്ഷൻ മോട്ടോർ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മോട്ടോറാണ്. കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആണ്. മറ്റ് മോട്ടോഴ്സുകളെ അപേക്ഷിച്ചിട്ട് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കോസ്റ്റ് ലോ ആണ്. പിന്നെ ഹൈലി റിലയബിൾ ആണ്. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിംപ്ലർ കൺസ്ട്രക്ഷനാണ്. അതേപോലെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഗുഡ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആ ഡി സി മോട്ടോറിലെ പോലെ കമ്മ്യൂട്ടേറ്ററുകളുടെ ആബ്സെൻസ്, സ്പാർക്കിംഗ് തുടങ്ങിയവ ഇൻഡക്ഷൻ മോട്ടറിൽ ഇല്ല. മറ്റ് മോട്ടോറുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സേട്ടൺ KWന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് മോട്ടോറുകളെ അപേക്ഷിച്ച് ഇൻഡക്ഷൻ മോട്ടോർ കമ്പാരിറ്റീവ്ലി ലെസർ ഇൻ സൈസാണ്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് മറ്റ് മെഷീൻസിനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു അത്ര ഈസി അല്ല. അതായത് ചീപ്പ് സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് അല്ല ഇൻഡക്ഷൻ മോട്ടോറിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് റോട്ടോറിൻ്റെ കൺസ്ട്രക്ഷണൽ ഡിഫറൻസ് അനുസരിച്ചിട്ട് 2 ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോറുണ്ട്. ഒന്ന് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറെന്നും 2 വൗണ്ട് ഇൻഡക്ഷൻ മോട്ടോർ, ഫേസ് വൗണ്ട് ഇൻഡക്ഷൻ മോട്ടോർ അല്ലെങ്കിൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ എന്നും പറയും. അപ്പോൾ നമുക്ക് മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ബേസിക്കലി നമുക്കറിയാം, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്താൽ ആ കണ്ടക്ടറിൽ ഒരു ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇത് മോട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ ഇതിൽ കണ്ടക്ടറിൽ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഒരു മോട്ടോറിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടിൽ റോട്ടോറിൽ മെക്കാനിക്കൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, അതൊരു റൊട്ടേഷണൽ മോഷനായിട്ട് മാറുന്നത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു 2 പോൾ മോട്ടോറിനെ കൺസിഡർ ചെയ്യുക. NS അതിലൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കോറുണ്ട്. കോറിൽ ഒരു സിംഗിൾ ടേൺ വൈൻഡിങ് ഉണ്ട്. കോറ് ഒരു ഷാഫ്റ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റിൽ ഈ കോറ് ഫ്രീ ടു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലാണ്. ഇനി ഈ മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ് മെയിൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഫിഗർ നമ്പർ 1. ഈ ഫസ്റ്റ് കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുക റോട്ടോർ കണ്ടക്ടറിൽ ഇപ്പോൾ കറണ്ടുകളൊന്നുമില്ല, റോട്ടോർ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡും ഇല്ല. സെക്കൻഡ് കേസ് നോക്കുക. സെക്കൻഡ് കേസിൽ നമ്മൾ മെയിൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ
എക്സൈറ്റേഷൻ ഇല്ല എന്നും അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്നും അസ്യൂം ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് കേസിൽ ഇതിൻ്റെ റോട്ടോറിലെ കണ്ടക്ടേഴ്സിൽ നമ്മൾ എനർജൈസ് ചെയ്യുന്നു, അതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നു. ഒരു കോയിലിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ കോയിലിന് എൻസർക്കിൾ ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സപ്പോസ് അപ്പർ കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് അസ്യൂം ചെയ്യുക. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതിൻ്റെ അതർ എൻഡ് അപ്പോൾ ക്ലോക്ക് വൈസിലായിരിക്കും. ഇനി ഫിഗർ നമ്പർ 2. ഇനി ഈ രണ്ട് കണ്ടീഷൻസും, അതായത് മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും സൈമൾട്ടേനിയസ് ആയിട്ട് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മെയിൻ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് Φ1 എന്നും കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് Φ2 എന്നും വിളിക്കാം. ഇവിടെ നോക്കാം, അപ്പർ കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടക്ടറിൻ്റെ ഫ്ലക്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലും കണ്ടക്ടറിൻ്റെ റൈറ്റ് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അപ്വേർഡുമാണ്. അതേപോലെ ലോവർ പാർട്ടിൽ കണ്ടക്ടറിൻ്റെ റൈറ്റ് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷനിലും ലോവർ കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഡയറക്ഷനിലുമാണ്. അതേപോലെ മെയിൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മുകളിൽ നിന്ന് താഴത്തോട്ടാണ്, ഡൗൺവേർഡ് ഡയറക്ഷനാണ്. ഈ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഇനി ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് വന്നാൽ നോക്കുക, ഈ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം പരിഗണിക്കാം. അപ്പർ കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, മെയിൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഡൗൺവേർഡാണ്. രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഇനി കണ്ടക്ടറിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷനിലും മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് ഡൗൺവേർഡ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ കണ്ടക്ടറിൻ്റെ റൈറ്റ് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ലെഫ്റ്റ് സൈഡിൽ സെയിം ഡയറക്ഷനിലുമാണ്. അതേപോലെ ലോവർ കണ്ടക്ടർ എടുക്കുന്ന സമയത്ത് ലോവർ കണ്ടക്ടറിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡൗൺവേർഡ് ഡയറക്ഷനിലും മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് ഡൗൺവേർഡ് ഡയറക്ഷനിലുമാണ്. അതേപോലെ തന്നെ കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് ഡൗൺവേർഡ് ഡയറക്ഷനിലും കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അപ്വേർഡ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ മെയിൻ മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷനിൽ വരുന്ന സ്ഥലം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും എന്ന് മാത്രമല്ല ഒരു സ്ലൈറ്റ് ബെൻഡിങ്ങും ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സ്ലൈറ്റ് ബെൻഡിങ്ങും ഉണ്ടാവും. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഇവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി കുറവായിരിക്കും. അതേപോലെ ലോവർ കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ ഫീൽഡ് ഡെൻസിറ്റി കുറവായിരിക്കും. റൈറ്റ് സൈഡിൽ ഹൈ ഡെൻസിറ്റി ആയിരിക്കും. രണ്ടും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡിന് ചെറിയൊരു ബെൻഡിങ് എഫക്റ്റും ഉണ്ടാവും. കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡും റൈറ്റ് സൈഡിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ നോക്കുക, അപ്പർ കണ്ടക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹയർ ഫ്ലക്സ് ഡെൻസിറ്റിയും റൈറ്റ് സൈഡിൽ ലോവർ ഫ്ലക്സ് ഡെൻസിറ്റിയുമാണ്. അതേപോലെ ലോവർ കണ്ടക്ടറിൻ്റെ റൈറ്റ് സൈഡിൽ ലോവർ കണ്ടക്ടറിൻ്റെ റൈറ്റ് സൈഡിൽ ഹയർ ഫ്ലക്സ് ഡെൻസിറ്റിയും ലെഫ്റ്റ് സൈഡിൽ ലോവർ ഫ്ലക്സ് ഡെൻസിറ്റിയുമാണ്. അപ്പോൾ ഈ ഹയർ ഫ്ലക്സ് ഡെൻസിറ്റി പൊസിഷൻ ലെവലിൽ നിന്ന് ലോവർ സൈഡിലേക്കൊരു ഫോഴ്സ് ഉണ്ടാവും. അതേപോലെ ഇവിടെയും അതേപോലെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കോറാണ്. അതിൻ്റെ പെരിഫറിയിലാണ് കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രം ഷേപ്പിലുള്ള ഒരു കോറിൻ്റെ ടാൻജൻഷ്യലായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ഫോഴ്സ് കൊണ്ട് ഈ ഡ്രം
റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഷാഫ്റ്റിനെ ബേസ് ചെയ്തിട്ടത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ടോർക്ക് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ റൊട്ടേറ്റിംഗ് പാർട്ട് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ബേസിക്കലി ഒരു മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ എല്ലാ മോട്ടോറുകൾക്കും സെയിം പ്രിൻസിപ്പിളല്ല, ഇതേ പ്രിൻസിപ്പിളല്ല. ഇത് ഒബേ ചെയ്യാത്ത മോട്ടോറുകളുണ്ട്. ഇപ്പോൾ സിങ്ക്രണസ് മോട്ടോറിൻ്റെ ഓപ്പറേഷൻ ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടല്ല. അതേപോലെ അത് 3 ഫേസ് സിങ്ക്രണസ് മോട്ടോർ, സിംഗിൾ ഫേസ് സിങ്ക്രണസ് മോട്ടോറും ഇതേ ഓപ്പറേഷനിലല്ല. അങ്ങനെ എല്ലാ മോട്ടോറുകളും ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറുകൾ, DC മോട്ടോറുകളൊക്കെ ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള റോട്ടോറിൽ എങ്ങനെ മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ ഈ മൂന്ന് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് നമുക്കറിയാം ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടക്ടർ കട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു EMF ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടക്ടർ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കോയിലിൻ്റെ ഉള്ളിൽ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു EMF ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ജനറേറ്റ് ചെയ്യും. നമുക്കതൊന്ന് പിക്ചോറിക്കലി ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ കേസിൽ ഇവിടെ കോയിൽ സ്റ്റേഷനറി ആക്കി നിർത്തി മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇത് ഫിഗർ നമ്പർ 1. ഈ കേസിൽ വൈൻഡിങ് സ്റ്റേഷനറിയാണ്, മാഗ്നറ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫീൽഡും റൊട്ടേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറിനെ കട്ട് ചെയ്ത് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ EMF ജനറേറ്റ് ചെയ്യും. ഇനി സെക്കൻഡ് കേസ്, ഇവിടെ മാഗ്നറ്റിക് പോൾസിനെ സ്റ്റേഷനറി ആക്കി നിർത്തുന്നു. നമ്മൾ വൈൻഡിങ്ങിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിനെ സ്റ്റേഷനറി ആക്കി നിർത്തി വൈൻഡിങ്ങിനെ റൊട്ടേറ്റ് ചെയ്യിച്ചാൽ വൈൻഡിങ് മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. വൈൻഡിങ്ങിൻ്റെ ഉള്ളിൽ EMF ജനറേറ്റ് ചെയ്യും. ഇനി ഒരു കോയിലിൻ്റെ ഉള്ളിൽ EMF ജനറേറ്റ് ചെയ്യാനുള്ള വേറൊരു സാധ്യത, ഇപ്പോൾ ട്രാൻസ്ഫോമറിലെ പോലെ ട്രാൻസ്ഫോമറിൽ 2 വൈൻഡിങ്ങും സ്റ്റേഷനറിയാണ്. ഈ 2 വൈൻഡിങ്ങിനെയും കണക്ട് ചെയ്തിട്ടൊരു മാഗ്നറ്റിക് കോറുണ്ട്. ഇതിലൊരു വൈൻഡിങ്ങിലേക്ക് നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ കൊടുക്കുമ്പോൾ അതർ വൈൻഡിങ്ങിൽ EMF ജനറേറ്റ് ചെയ്യും. ഫിഗർ നമ്പർ 3. ഇനി അടുത്തൊരു കേസ് നോക്കാം. ഇവിടെ ഒരു മാഗ്നറ്റിക് പോള് NS വൈൻഡിങ്. ഈ കേസിൽ നമ്മൾ മാഗ്നറ്റിക് പോളിനെയും റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, അതേപോലെ തന്നെ വൈൻഡിങ്ങിനെയും റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഫിഗർ നമ്പർ 4. ഈ കേസിൽ വൈൻഡിങ്ങിനുള്ളിൽ EMF ജനറേറ്റ് ചെയ്യുമോ? മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനെയും നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, അതേപോലെ തന്നെ വൈൻഡിങ്ങിനെയും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ വൈൻഡിങ്ങിനുള്ളിൽ EMF ജനറേറ്റ് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ ഏത് കണ്ടീഷൻസിലൊക്കെയാണ് EMF ജനറേറ്റ് ചെയ്യുക നോക്കുക. ഇതിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് N1 RPM ആണെന്ന് വിചാരിക്കുക. അതേപോലെ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് N2 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന വേഗത സ്പീഡ് എന്ന് പറയുന്നത് N1 ആണ്. കോയിലിൻ്റെ റൊട്ടേഷൻ സ്പീഡ് എന്ന് പറയുന്നത് N2 ആണ്. N1നേക്കാൾ കുറഞ്ഞ വേഗതയിൽ, അതായത് N1ഉം N2ഉം ഡിഫറൻറ്റ് സ്പീഡിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറിനെ കട്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറിനെ കട്ട് ചെയ്താൽ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ EMF ഉണ്ടാവും. ഇവ രണ്ടും സെയിം സ്പീഡിലാണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡും വൈൻഡിങ്ങും റൊട്ടേറ്റ് ചെയ്യുന്നത് സെയിം സ്പീഡാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടക്ടർ കട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് കണ്ടക്ടറിൽ EMF ജനറേറ്റ് ചെയ്യുന്നും ഉണ്ടാവില്ല.
അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറും റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ ഇവ തമ്മിൽ ഒരു റിലേറ്റീവ് സ്പീഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ വൈൻഡിങ്ങിൻ്റെ ഉള്ളിൽ EMF ജനറേറ്റ് ചെയ്യും. പ്രാക്ടിക്കലി നമ്മളുടെ ഈ പോളെന്ന് പറയുന്നത് ഒരു മെഷീൻ്റെ സ്റ്റേഷനറി പാർട്ടിലായിരിക്കും, പെരിഫറിയിൽ അത് കോറിൽ അതിൻ്റെ സ്റ്റേറ്റർ പാർട്ടിലായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ഈ മാഗ്നറ്റിക് പോൾ, അതായത് കോറും അതിൻ്റെ വൈൻഡിങ്ങും ഒക്കെ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഏതെങ്കിലും ബൈ മീൻസ് നമുക്ക് ആ ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് കഴിഞ്ഞാൽ, ഫീൽഡ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീൽഡ് കൊണ്ട് ഈ റൊട്ടേറ്റിംഗ് വൈൻഡിങ്ങിൽ EMF ഉണ്ടാകും. ഇവ രണ്ടും വ്യത്യസ്ത സ്പീഡുകളാണെങ്കിൽ, ദർ ഈസ് എ ഡിഫറൻസ് ഇൻ സ്പീഡ് ഉണ്ടെങ്കിൽ, രണ്ടും വ്യത്യസ്ത സ്പീഡുകളാണെങ്കിൽ വൈൻഡിങ്ങിൻ്റെ ഉള്ളിൽ EMF ജനറേറ്റ് ചെയ്യും. രണ്ടും സെയിം സ്പീഡിലാണെങ്കിൽ EMF ജനറേറ്റ് ചെയ്യുകയുണ്ടാകില്ല. അതായത് രണ്ടും ഒരേ സ്പീഡുകളാണെങ്കിൽ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അതായത് ഈ ഒരു കോയിലിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം EMF ഉണ്ടാവാനായിട്ടുള്ള വിവിധ സാധ്യതകളാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് പോകാം. എന്താണ് ഇൻഡക്ഷൻ മോട്ടോർ? നമ്മൾ നേരത്തെ DC മോട്ടോറുകളെയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട്. DC മോട്ടോറിൽ അതിൽ ഒരു സ്റ്റേഷനറി പാർട്ടുമുണ്ട്, ഒരു റൊട്ടേറ്റിംഗ് പാർട്ടുമുണ്ട്. അതിൻ്റെ സ്റ്റേഷനറി പാർട്ടിൽ പോളുകളാണ് വെച്ചിരിക്കുന്നത്. റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നതാണ് ആർമേച്ചർ. DC സപ്ലൈ നേരിട്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ വഴി നമ്മൾ അതിൻ്റെ പോളുകളിലേക്കും കൊടുക്കുന്നുണ്ട്, ആർമേച്ചറിലേക്കും കൊടുക്കുന്നുണ്ട്. റൊട്ടേറ്റിംഗ് പാർട്ടായ ആർമേച്ചറിലേക്കും കൊടുക്കുന്നുണ്ട് കമ്മ്യൂട്ടേറ്റർ ബ്രഷസ് വഴി. ഇതുപോലെ അതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടിലേക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ ബൈ ഇലക്ട്രിക്കൽ കണക്ഷൻ വഴി കൊടുക്കുന്ന മോട്ടോറുകളെ കണ്ടക്ഷൻ മോട്ടോറുകൾ എന്നാണ് പറയുന്നത്. അതിലേക്ക് ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇൻഡക്ഷൻ മോട്ടോറുകളിൽ സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്കാണ് സപ്ലൈ കൊടുക്കുന്നത്. റോട്ടോർ പാർട്ട് ഇലക്ട്രിക്കൽ എനർജി റിസീവ് ചെയ്യുന്നത് ബൈ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വഴിയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമർ ആക്ഷൻ വഴിയാണ് സ്റ്റേറ്ററിൽ നിന്ന് റോട്ടോറിലേക്ക് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ടൈപ്പ് മോട്ടോറിനെ ഇൻഡക്ഷൻ മോട്ടോറുകളെന്ന് വിളിക്കുന്നത്. ഇനി ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റേറ്ററിൽ ഒരു വൈൻഡിങ് ഉണ്ടാവും. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ 3 ഫേസ് വൈൻഡിങ് ഉണ്ടാവും. 3 ഫേസ് വൈൻഡിങ് സ്റ്റേറ്ററിൻ്റെ ഇന്നർ ലെയറിൽ സ്ലോട്ടുകൾ, എൻ്റയർ പെരിഫറിയിലും സ്ലോട്ടുകൾ ഉണ്ടാക്കി ആ സ്ലോട്ടിലായിരിക്കും വൈൻഡിങ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഈ വൈൻഡിങ് ടോട്ടൽ ഇന്നർ പെരിഫറിയിലെ സ്ലോട്ട്സിൽ വൈൻഡ് ചെയ്തിരിക്കും. അതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്നാണ് പറയുന്നത്. ഈ വൈൻഡിങ് സ്പീഡിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് പോൾസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ പോളുകൾക്കനുസരിച്ചിട്ട് വൈൻഡിങ് സ്റ്റേറ്ററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. റോട്ടോർ എന്ന് പറയുന്നത് 2 ടൈപ്പ് റോട്ടോറുകളാണ് ഇൻഡക്ഷൻ മോട്ടോറിലുള്ളത്. അത് നിർമ്മാണത്തിനനുസരിച്ചിട്ട് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, സ്ക്വിറൽ കേജ് റോട്ടോറുകളെന്നും ഫേസ് വൗണ്ട് റോട്ടോറുകളെന്നും. സ്ക്വിറൽ കേജ് റോട്ടോർ എന്ന് പറയുന്നത് ലാമിനേറ്റഡ് അയൺ കോറിലെ സ്ലോട്ടുകളിൽ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ ബാറുകൾ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ബോത്ത് എൻഡുകൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. വൗണ്ട് റോട്ടോറുകളാണെങ്കിൽ സ്റ്റേറ്റർ വൈൻഡ് ചെയ്തതുപോലെ തന്നെ ഒരു 3 ഫേസ് വൈൻഡിങ് സ്റ്റേറ്റർ വൈൻഡ് ചെയ്ത കണ്ടക്ടേഴ്സ് പോലെ ഇൻസുലേറ്റർ വയർ കൊണ്ട് 3 ഫേസ് വൗണ്ട് റോട്ടോർ ആയിരിക്കും ഉണ്ടാവുക. വൗണ്ട് റോട്ടോർ തന്നെയാണ്. അതിൻ്റെ ഒരെൻഡ് ജനറലി ഈ വൗണ്ട് റോട്ടോർ സ്റ്റാർ കണക്ഷനിലാണ്
അവൈലബിൾ ആയി സ്റ്റാർ കണക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഒരെൻഡ് സ്റ്റാർ കണക്ട് ചെയ്ത് അതർ എൻഡ് സ്ലിപ്പ് റിങ് വഴിയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സ്ലിപ്പ് റിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സ്ലിപ്പ് റിങ്ങിൻ്റെ ഔട്ടറിൽ ബ്രഷസ് ഉപയോഗിച്ചിട്ട് ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രകാരം സ്റ്റേറ്ററിലേക്ക് ഈ പറഞ്ഞ പ്രിൻസിപ്പിളും കഴിഞ്ഞ ക്ലാസ് 1ഉം 2ഉം ക്ലാസ്സുകളിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റർ കോറിലേക്ക് 3 ഫേസ് വൈൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റർ കോറിലേക്ക് 3 ഫേസ് AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ഫിഗർ നമ്പർ 4ൽ നമ്മൾ പറഞ്ഞത് ഒരു മാഗ്നറ്റിക് പോളിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോറിൽ ഈ സ്റ്റേറ്റർ കോറിലിരിക്കുന്ന പോളിലും അതിൻ്റെ വൈൻഡിങ്ങും കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു റൊട്ടേഷണൽ ഇഫക്റ്റ് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഗർ നമ്പർ 4 പ്രകാരം ഈ വൈൻഡിങ്ങിനുള്ളിൽ EMF ജനറേറ്റ് ചെയ്യും. ഇനി ഈ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്ററിലേക്ക് നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നു. 3 ഫേസ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്റർ കോറിൻ്റെ ഉള്ളിൽ ഒരു 3 ഫേസ് സപ്ലൈ കൊണ്ട് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇതിൽ സ്റ്റേറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സിങ്ക്രണസ് സ്പീഡ്, അതിൻ്റെ സ്പീഡിനെ സിങ്ക്രണസ് സ്പീഡ് എന്ന് വിളിക്കും. ഇനി ഈ കോറിൻ്റെ ഉള്ളിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടക്ടർ പ്ലേസ് ചെയ്താൽ, ഷോർട്ട് സർക്യൂട്ടഡ് കണ്ടക്ടറുള്ള റോട്ടോർ പ്ലേസ് ചെയ്താൽ ഈ ഷോർട്ട് സർക്യൂട്ടഡ് കണ്ടക്ടറിലേക്ക് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു EMF ജനറേറ്റ് ചെയ്യും. നമ്മൾ ഫിഗർ നമ്പർ 4ൽ പറഞ്ഞ ഈ ഐഡിയ പ്രകാരം നമ്മൾ ഇവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യും ബൈ ട്രാൻസ്ഫോമർ ആക്ഷൻ. അതായത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന സപ്ലൈയെ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി അതിൻ്റെ സെക്കൻഡറി പാർട്ടിലേക്ക് EMF ജനറേറ്റ് ചെയ്യും. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി പോലെ തന്നെ ആണ് സ്റ്റേറ്റർ വൈൻഡിങ്, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി പോലെയാണ് ഇവിടെ റോട്ടോർ വൈൻഡിങ്. അപ്പോൾ ട്രാൻസ്ഫോമർ ആക്ഷൻ വഴി റോട്ടോറിലേക്ക് സപ്ലൈ ജനറേറ്റ് ചെയ്യും. ഇനി റോട്ടോർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ടഡ് പാർട്ടാണ്, ഷോർട്ട് സർക്യൂട്ടഡ് വൈൻഡിങ് ആണ്. ഈ ഷോർട്ട് സർക്യൂട്ടഡ് വൈൻഡിങ്ങിൽ EMF ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോർട്ട് സർക്യൂട്ടഡ് വൈൻഡിങ്ങിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഫ്ലോ കൊണ്ട് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത മോട്ടോറിൻ്റെ ഓപ്പറേഷൻസ്, മോട്ടോറിൻ്റെ ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ റോട്ടോർ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ പ്രകാരം അതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടിൽ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ഇനി ഈ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിനെ ജസ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ഇതിൻ്റെ ഓരോ സ്ലോട്ടുകളിലും ഇങ്ങനെ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. ഈ കണ്ടക്ടറിൻ്റെ ബോത്ത് എൻഡ്സ് പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു റിങ് ഇട്ടിട്ട് ബാൻഡ് ഇട്ടിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും ബോത്ത് എൻഡ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ അപ്പുറവും 2 സൈഡും ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ കണ്ടക്ടറിൽ ഒരു EMF ഉണ്ടാവുകയാണെങ്കിൽ ഈ ഷോർട്ട് സർക്യൂട്ട് റിങ് വഴി ഈ കണ്ടക്ടറിൻ്റെ കറണ്ട് പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് സ്ലിപ്പ് റിങ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടറും. അതിൻ്റെ ഒരു എൻഡ് ഷോർട്ട് സർക്യൂട്ട്, ഒരു എൻഡ് സ്റ്റാർ പോയിൻ്റ് ആയിരിക്കും, അതർ എൻഡ് സ്ലിപ്പ് റിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സ്ലിപ്പ് റിങ് നമ്മൾ എക്സ്റ്റേണലി ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പിന്നെ വൈൻഡിങ്ങിൽ കൂടി ഷോർട്ട് സർക്യൂട്ട് കറണ്ട് പാസ് ചെയ്യും. ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രകാരം ഈ റോട്ടോറിലും മെക്കാനിക്കൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഏറ്റവും ബേസിക്കായിട്ട് ഇൻഡക്ഷൻ മോട്ടോറിൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന, അതല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇങ്ങനെയാണ്.
എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഓക്കെ, ഒരു കാര്യം കൂടി. ഇനി ഇനിഷ്യലി സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് NS ആണെന്ന് പറഞ്ഞു. ഈ റോട്ടോറിൽ EMF ഇൻഡ്യൂസ് ചെയ്ത് റോട്ടോറിൽ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ റോട്ടോറിൽ EMF ഇൻഡ്യൂസ് ചെയ്ത് റോട്ടോറിൽ കറണ്ട് ഉണ്ടായി. ആ കറണ്ട് കൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ റോട്ടോറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് N ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റോട്ടോറിൽ EMF ഉണ്ടാവും. നമ്മൾ ഫിഗർ നമ്പർ 4 പറഞ്ഞതുപോലെ സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്പീഡിലും റോട്ടോർ റൺ ചെയ്യുന്നത് മറ്റൊരു സ്പീഡിലുമാണെങ്കിൽ ഈ ഫിഗർ നമ്പർ 4 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റോട്ടോർ കണ്ടക്ടേഴ്സിൽ വീണ്ടും EMF ഉണ്ടാവും. ഈ റോട്ടോറിൻ്റെ സ്പീഡ് സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡിന് ഈക്വൽ ആകുമ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞു രണ്ടും സെയിം സ്പീഡാണെങ്കിൽ റോട്ടർ കണ്ടക്ടേഴ്സിൽ ഓർ വൈൻഡിങ്ങിൽ EMF ഉണ്ടാവില്ല. അതുകൊണ്ട് റോട്ടോറിൻ്റെ റണ്ണിങ് സ്പീഡ് ഓൾവേസ് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ കുറഞ്ഞ സിങ്ക്രണസ് സ്പീഡിനേക്കാൾ കുറഞ്ഞ സ്പീഡിലായിരിക്കും ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടോർ റൺ ചെയ്യുക.